ഇനോ എനിക്ക് അട്ടാക്കണം. അടച്ച ബാഗ് ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ദിവസം അത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ദിവസം അധിക ദിവസമാണെങ്കിൽ നമ്മൾ കഴിക്കൽ ഓട്സാണ് കേട്ടോ. ഇന്നൂസിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓട്സ് ഉണ്ടാക്കുക വെച്ചാൽ നമ്മൾ ആദ്യം വെള്ളം വെക്കും, കുറച്ച് പിന്നെ അതിലേക്ക് ഓട്സിൻ്റെ ഇതിടും, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ. സാധാരണഗതിയിൽ ഓട്സ് പാലിൽ കുറുക്കിയിട്ടും അല്ലെങ്കിൽ ഹണി ഒഴിച്ചിട്ട് ശർക്കര ഒഴിച്ചിട്ടൊക്കെ അല്ലേ കഴിക്കുക. എനിക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഏകദേശം നമ്മൾ കഞ്ഞി രൂപത്തിലാക്കിയിട്ട് അപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. മറ്റത് എനിക്ക് പാൽ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഓട്സ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വിശക്കൂല, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ചോറ് കേട്ടോ. അത്താഴത്തിന് ചോറ് കഴിക്കുന്നത് വേറെ രസമാണല്ലേ. നിങ്ങളൊക്കെ അത്താഴത്തിന് എന്താ കഴിക്കുക എന്നുള്ള കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓട്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം കേൾക്കും. അപ്പോൾ ഇതാ ഇനോസും എണീറ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനോസ് ഉറക്കത്തിൽ നിന്ന് വിളിച്ച പെട്ടെന്ന് എണീക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാനൊന്നും പെട്ടെന്ന് എണീക്കൂല, അങ്ങനെയാണ്. അങ്ങനെ നമ്മളിതാ ചൂടാറി കപ്പിലാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ പിന്നെ നമ്മൾ അത്താഴത്തിലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വേഗം നേരെ മേലെ റൂമിൽ പോയിട്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ഖുർആൻ ഓതാനുള്ളതൊക്കെ ഓതും, പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് കിടക്കും. ഈ ഒരു സമയത്ത് സ്കൂൾ പൂട്ടുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഉറങ്ങി കുറച്ചേരം കിടക്കാനേ പറ്റുള്ളൂ. പിന്നെ 7 മണിയാകുമ്പോൾ വീണ്ടും എണീക്കണം വാവച്ചിക്ക് എനിക്ക് സ്കൂളിൽ പോകാനൊക്കെ വേണ്ടിയിട്ട്. കുട്ടിയുടെ യൂണിഫോം ലാസ്റ്റ് ഡേ അല്ലേ? അന ഉഹിബ്ബു മദ്രസത്തി 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 ഉഹിബ്ബു മദ്രസത്തി. ബസ് വരണ്ടാക്ക് എന്റെ വടിയിട്ടൊക്കെ നടക്കണേ. ഇവാ ബാഡ് കുട്ടികളാട്ടാ. ബസ് വരണ്ടാ? പ്രാർത്ഥിക്കൂല പ്രാർത്ഥിക്കൂല. ബസ് വന്നു കുട്ടറ ബസ് വന്നു. അങ്ങനെ ഒരു ബസ്സിൽ ഇപ്പോൾ ഒരു പോയി. പിന്നെ ഇതാ നമ്മളെ ഹെന്ന ഓർഡേഴ്സ് കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറിയർ അയക്കാനുള്ളത്. അപ്പോൾ കൊറിയർ അയക്കാനുള്ളത് കൊറിയറിൻ്റെ ആൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് എടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യുന്നു കേട്ടോ. ഡെലിവറിക്കുള്ള അയക്കാനുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡും ഓർഗാനിക് ആൻഡും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷിപ്പിംഗ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോക്കൽ പിക്കപ്പായിട്ട് പട്ടാമ്പിയിലും എടപ്പാളിലൊക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ ആവശ്യമുള്ളത് നമ്മൾ നെഫ്ഹന്ന പേജ് കോൺടാക്ട് ചെയ്ത് നമ്മൾ വരിക. പിന്നെ ഇതാ ഈവനിങ് ആയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നോമ്പറക്കുമ്പോഴേക്കുള്ള. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ എടപ്പാളൂരേക്ക്. അപ്പോൾ ഞാനെൻ്റെ ബൈക്കിലാണ് പോണത്. പിന്നെ ബൈക്കാണെങ്കിൽ നമ്മൾ കിക്കറടിക്കണം. ബൈക്കിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ലൂസ് ആയിക്കണം കേട്ടോ. ലൂസ് ആയിക്കണം മീൻസ് ബാറ്ററി വർക്ക് ചെയ്യണില്ല. അപ്പോൾ പിന്നെ കിക്കറടിക്കും. എവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇതേപോലെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. പക്ഷെ ഇപ്പോൾ അടിച്ചടിച്ചിങ്ങനെ ശീലമായി പറഞ്ഞ പോലെ അങ്ങനെ വണ്ടി കിക്കറൊക്കെ അടിച്ചിട്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ്. പിന്നെ സ്നാക്സ് ഉണ്ടാക്കുന്നത് കൂടെ കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ അധികം നമ്മൾ കഴിക്കുക പൊരിച്ച കടികൾ ഒരു ഐറ്റം ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കഴിക്കാൻ കുത്തിപ്പൊരിയാണ് കേട്ടോ. അപ്പോൾ കുത്തിപ്പൊരി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഗരം മസാലപ്പൊടി ഇടും. പിന്നെ സവാളയും പച്ചമുളകും വേപ്പിലയും ചെറുതാക്കി അരിഞ്ഞത് എന്നിട്ട് നന്നായി വഴറ്റുക. പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടി ഗരം മസാലപ്പൊടി കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും ഒരു നുള്ള മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒന്ന് വഴറ്റുക. എന്നിട്ട് ഒരു കോഴിമുട്ട ഇതേപോലെ ഇതാക്കുക. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ചിക്കി പരത്തും. ആ ചിക്കി പരത്തിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. എന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ആ ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കുത്തിപ്പൊരി ഉണ്ടാക്കല് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നോമ്പ് വെക്കുന്ന സമയത്ത് സ്നാക്സിന് പകരം ഞാനും ചിപ്പും കൂടുതൽ ഇതായിട്ട് കഴിക്കുക. അതല്ലെങ്കിൽ ഗ്രീൻ പീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ചെറുപയർ പുഴുങ്ങിയിട്ട് അതും ഉള്ളിമുളക് കുത്തിയിട്ടിട്ട് അത് കഴിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, വയറ് നിറഞ്ഞാത്തൊരു ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പയർ വർഗ്ഗങ്ങളാച്ച ചിലവർക്ക് ഉണ്ടാവില്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലതായിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. പിന്നെ വേവിച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റും. ഒരു ജസ്റ്റ് 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ചിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് മേലെ കുറച്ച് സവാള അരിഞ്ഞതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലൈറ്റ് ചൂട് കൊടുക്കാൻ കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് കൂടുതലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കൽ കേട്ടോ. സ്നാക്സ് കാര്യങ്ങൾ ഉണ്ടാക്കും ഭാവി അത് മുട്ട വെച്ചോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഞങ്ങൾ ഉണ്ടാവും അങ്ങനെ കഴിക്കില്ല. ഞങ്ങൾ ഇതായിട്ട് കൂടുതൽ കഴിക്കുക. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് തുറക്കുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടേബിളിൽ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പൊരിച്ചക്കടി ഇല്ലാതെ പറഞ്ഞിട്ട് സൈഡിലുണ്ട് കേട്ടോ ഒന്നൊരു ദിവസത്തിന്. പക്ഷേ ഞങ്ങൾക്ക് ഇതാട്ടോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതാ കഴിക്കുക. അങ്ങനെ അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആക്കിയിരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നോമ്പുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സെല്ലോഫിൻ ഷീറ്റ്സ്, ഹെന്ന ഉണ്ടാക്കുന്ന കോൺസിന് ഷീറ്റ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഈദിൻ്റെ ഹെന്ന കോൺസിൻ്റെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈദ് കഴിഞ്ഞിട്ട് വെഡിങ് ഉണ്ടെങ്കിൽ വെഡിങ്ങിലെ ഹെന്ന ബുക്കിങ്ങും അതുപോലെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഹന്തി കാര്യങ്ങളും പിന്നെ മെഹന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തറിയിക്കുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.